അവൾക്ക് ഡെയിലി ബാഗിൽ നോക്കിയില്ലെങ്കിൽ ഭയങ്കര വിഷമമാണ്. കണ്ടോ ശില്പ ശില്പ ഭയങ്കര ബാഗ് സെലക്ടിങ്ങാ. അവസാനത്തെ പരിശ്രമത്തിന് ശേഷം ശില്പയ്ക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. ശില്പ എല്ലാം തെരഞ്ഞെടുത്ത് ദേഷ്യം വരുന്നുണ്ട് ശില്പയ്ക്ക്. അവസാനം ഒന്നിന്റെ സിബ് ശരിയാണെങ്കിൽ ഒന്നിന്റെ കളർ ശരിയല്ല, ഒന്നിന്റെ കളർ ശരിയാണ് സിബ് ശരിയല്ല. ശില്പ നെക്സ്റ്റ് കടയിലോട്ട് കയറിയേക്കുവാണ്. ബാഗ് തപ്പി തപ്പി പോവാ. എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ. ശില്പക്കൊന്നും ഒന്നും മനസ്സ് പിടിക്കുന്നില്ല. ശില്പ മന്ദം നെക്സ്റ്റ് ബാഗ് സെക്ഷനിലോട്ട് നടക്കുകയാണ്. ഒരു തീരുമാനത്തിലെത്തുന്നില്ല കുട്ടി. കളഞ്ഞില്ലെങ്കിലാണ് ആഗ്രഹം. എന്താ കാര്യം? ഡയറിയിലായി കണ്ണിന്. നോട്ടം കണ്ടാൽ തോന്നും ഭയങ്കര വൈടുത്ത് കഴിയാന്ന്. ഒന്നും വാങ്ങിക്കാനല്ല, വെറുതെ കാണാൻ കയറിയത്. പിന്നെ എന്തിനാണ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടേക്കുന്നത്? അത് നശിപ്പിക്കുമെന്നാ തോന്നുന്നേ. വാ മാഷാ അല്ലാഹ്. ഡസ്റ്റ്ബിൻ ആയിരിക്കും. ഡസ്റ്റ്ബിന്നിനെ അലങ്കരിച്ച് വെച്ചേക്കുന്നതാണല്ലോ, ഗോൾഡൊക്കെ ആക്കി. നടക്കത്തില്ല. സാധനം ഓർമ്മ ആ സാധനം നമുക്ക് ഇവിടെ അടുത്ത ആഴ്ച നമ്മുടെ ഇവിടെ പ്രോഗ്രാം ഉണ്ട് ഹോസ്പിറ്റലിൽ. എന്ത് പ്രോഗ്രാം? പാത്രമായി. ഇത് വേണോ? ഇത് കുറച്ച് ഭംഗിയുണ്ട്, എന്നാലും കുറച്ച് ഭംഗി ഇതാന്ന് തോന്നുന്നു. കണ്ട ഭംഗിയെന്ന് പറഞ്ഞപ്പോൾ അവളത് മാറ്റി വെച്ചു. അത് നല്ലതാ. നല്ല സുന്ദരം പാത്രങ്ങൾ ഇവിടെ ഇരിക്കുന്നു. എനിക്കിഷ്ടപ്പെട്ടിത് കണ്ടും നല്ല ക്യൂട്ടായിട്ടുണ്ട്. ശില്പ അത് തന്നെ എടുത്തു. ബില്ലടിക്കാൻ പോവാ ഞങ്ങളിനി. ബാഗ് തപ്പി തപ്പി അവസാനം പാത്രത്തിലെത്തി. ഞങ്ങൾ നെസ്റ്റോയിൽ സാധനം വാങ്ങിക്കഴിഞ്ഞ് കയറാൻ പോവാം. ഇതുവഴിയൊക്കെ കയറാം, പക്ഷെ ഞങ്ങൾ ഇതുവഴി കയറില്ല. ആ സൈഡിൽ കൂടെ ഞങ്ങൾ കയറും. കൈ തിരിവിടുകയെങ്കിൽ പാത്രം താഴെ പട്ടത്തേക്ക് എടുത്തോണ്ടിട്ട് കുളിക്കാറില്ല. അല്ലെങ്കിൽ തന്നെ കുളിക്കാറില്ല. ശില്പനെ കുളിക്കാറില്ല.
മൊത്തം ആൾക്കാരൊക്കെയാണ്. വണ്ടി എടുക്കണ്ടേ? എവിടെ പോവാ? 2 വണ്ടി എടുക്കും. 2 എടുത്തിട്ടാ. പാവം എനിക്ക് വേണ്ടി 2 വണ്ടിയൊക്കെ തള്ളിക്കൊണ്ട് വരുന്നുണ്ടോ. ശില്പതി പിന്നെ ബാഗിന്റെ പുറകെ പോയേക്കുവാണ്. ശില്പക്ക് ഇഷ്ടപ്പെട്ടെന്നാ തോന്നുന്നത്. ശില്പ കണ്ട് കൊച്ചു തേരിപ്പിച്ചു. ഇവിടെ ഇത്രയും ബാഗുണ്ട്. എൻ്റെ പാവ ശില്പയ്ക്ക് ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. ബാഗ് വേണ്ട നമുക്ക്. അവൾ ഇനി സ്ലൈഡിലേക്ക് പോയി. ശില്പ നെക്സ്റ്റ് ബസ്സിന് തിരിച്ചു പോകേണ്ടതാ. അങ്ങനെ ഞങ്ങൾ കണ്ടുമുട്ടിയിരിക്കുകയാണ്. ചേച്ചി തിരിച്ചെത്തി. കേക്ക് സെക്ഷൻ. ഇവിടെ വന്നപ്പോ ഒരു ചാഞ്ചാട്ടം ചേച്ചി. എടുത്തോ, ഒരെണ്ണം മതി. ആ ചോക്ലേറ്റ് ഉള്ള എടുക്കുക, ഫസ്റ്റ് ചോക്ലേറ്റ്. അങ്ങനെ ഞങ്ങൾ കേക്ക് എടുത്തിരിക്കുകയാണ് ഗൈസ്. നോക്കൂ എത്ര റിയാലാണ്. 4.5 റിയാൽ. കണ്ടോ കോഴിക്കോടൻ ഹൽവ. കണ്ടോ മുട്ടായിക്കട. പുളിമുട്ടായി, ഇഞ്ചി മുട്ടായി, ചുരുണ്ടി, ഉപ്പിലിട്ടത്. ഇത് ഫുഡ് കോർട്ടാണ്, പക്ഷെ ഇത് അടച്ചിരിക്കുക. കുറച്ച് ഫുഡൊക്കെ ഉള്ളു. ചേച്ചി എങ്ങോട്ടാ പോകുന്നതെന്ന് എനിക്കറിഞ്ഞൂടാ. ചിക്കൻ വാങ്ങിക്കാൻ നിൽക്കുക. ചിക്കൻ എടുത്തിരിക്കുകയാണ്. കട്ട് ചെയ്യാൻ കൊടുക്കാൻ പോയേക്കുക. അത് മേടിക്കുന്നതിനേക്കാൾ നഷ്ടം ഇത് ഒരെണ്ണം കഴിക്കാൻ പറ്റത്തില്ല മുഴുവനും. നമുക്ക് പകുതിയായിട്ട് 2 നേരം കഴിച്ചല്ലോ. ആവശ്യമില്ല. എന്തിനു ഫൈനലി എൻ്റെ ഒരു സാൻഡ്വിച്ച് പോലൊരു സാധനം വാങ്ങിച്ചു. ബീഫ്. ഇതിനാണ് ഇവിടെ ടേസ്റ്റ് ഉള്ളത്. പാകിസ്ഥാനി ബീഫ് സംഭവമാണ്. നിങ്ങൾ എല്ലാം കപ്പ ഉണ്ടാക്കും. നമുക്ക് ഗായ്സ് ഇത് കണ്ടോ, കാളവണ്ടി കൊണ്ട് പിടിച്ച്. കാളാനെ കൊള്ളാതടി നിലപ്പലുണ്ടെന്ന്. നൈസാന്നാ പറഞ്ഞേ. ഇത് ഫിഷ് സെക്ഷൻ. ഞങ്ങളൊരു മീൻ സെലക്ട് ചെയ്യാൻ പോവാ. ഫോർക്കൊന്ന് മേടിച്ച് തിരിക്കണ്ടോ? ആ കൊടുക്കും. 2 തേങ്ങ എടുക്കും. 2 3 എടുക്കും. ഒന്ന് മതി. നീല കളറിലെ മീന്. എന്തുവാടി മീന്?
പെയിന്റ് അടിച്ചാൽ ഇവിടെ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഒന്ന് കുളിപ്പിച്ചു വെള്ളം ഏത് മീൻ വേണം? ഏത് മീൻ വേണം നീ പറ, എൻ്റെ ഈറ്റിമേറ്റ് പറ. സാധനങ്ങളെല്ലാം വാങ്ങി തിരിച്ചു പോവാ. കൂടെ ഒരു ഐസ്ക്രീം. എനിക്ക് മാത്രം ഐസ്ക്രീം ചുമ്മാ അവൾക്ക് ഇവിടെ ഐസ്ക്രീം ഉണ്ട്, അവൾ എടുക്കുന്നില്ല. ചേച്ചി ഐസ്ക്രീം ഇവിടെ തിന്നു കഴിഞ്ഞു. ഐസ്ക്രീം പോയതാ. ഐസ്ക്രീം തിരുന്ന് വീഡിയോ എടുക്കുക. പറയാ വീഡിയോ തിരുന്നില്ല, ഐസ്ക്രീം എടുക്കുക. പൊട്ടിപ്പണ്ണ എന്നെക്കാളും വലിയ പ്രശ്നമാണോ? ഒരു കടി ഒരു കടി ഐസ്ക്രീം
ഞങ്ങളൊക്കെ നേരത്തെ തിന്നിട്ട് ഇവിടെ ഇരിക്കുക. ഞങ്ങൾ ഐസ്ക്രീം തിന്നാൻ വേണ്ടിട്ട്. ഞങ്ങളുടെ നെക്സ്റ്റ് ബസ്സാണ്. ഞങ്ങളെ കൊണ്ടുവരാനും കൊണ്ടുവിടാനും നെക്സ്റ്റ് ബസ്സുണ്ട്. ഇപ്പം അവിടെ ഇരുന്നു സെറ്റായി. പിള്ളേരെല്ലാവരും വരും. എന്നിട്ട് ഇതെല്ലാം നിറയും. നടന്നില്ലെങ്കിൽ ശില്പം നിറയ്ക്കും. തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇല്ല, എട്ടിലെത്തിയിട്ടുള്ളൂ. കുത്തിരിപ്പ് കുരിപ്പ്. അയ്യോ അങ്ങനെ അങ്ങനെ അങ്ങനെ. അയ്യോ റെഡി. ഞാൻ സാധനം എല്ലാം പെറുക്കി വെക്കാൻ പോവാണേ.